ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സ്വന്തം ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ. അന്ന് തലേന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇനി കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തലേന്നത്തെ ഭക്ഷണം കഴിക്കലിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഭക്ഷണം അന്ന് നെയ്ച്ചോറും ചിക്കൻ മുളകിട്ടതുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചെന്ന് കുറച്ചൊക്കെ ഫോട്ടോ എടുത്തതിൻ്റെ ശേഷം നമ്മൾ എന്താക്കി ഭക്ഷണം കഴിക്കാൻ പോയിട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ആളുകളൊക്കെ കുറച്ച് കുറവായതിന് ശേഷം നമ്മൾ കുറച്ച് ഒപ്പനയും പാട്ടും ഒക്കെ ആയിട്ട് നമ്മളേതായിട്ടുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ കുറച്ച് കുടുംബങ്ങളും കൂട്ടുകാരൊക്കെ നിന്നിട്ട് അനിയത്തി ഉമ്മയും മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ. അവരൊക്കെ കൂടിയിട്ട് നന്നായൊരു ഫോട്ടോ ഒക്കെ എടുത്ത്, ചിലവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമുണ്ട്, ചിലവർക്ക് വരാൻ താല്പര്യമില്ല, അങ്ങനെയൊക്കെയാണ്. ഏതായാലും നല്ല ഫാമിലിയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല സഹകരിച്ചു. പിന്നെ അവിടെയും ഇവിടെയൊക്കെ കുറേശ്ശെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അനിയത്തിമാരും പുതിയണ്ണും ഉമ്മയൊക്കെ നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക എന്നൊക്കെ ഉള്ളത്. പക്ഷെ അവരോട് പറയാതെ എടുക്കണം അവർക്ക് ഇഷ്ടമല്ല. എങ്ങനെയെങ്കിലൊക്കെ ആവുന്നില്ല. അങ്ങനെ നമ്മളൊരു ചെറിയ ഒപ്പനൊക്കെ കളിച്ചിട്ടുണ്ടാ ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ മ്യൂസിക് ഉള്ളത് കൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് വരുമായിരിക്കും എന്നൊരു തോന്നലുണ്ട്. ഏതായാലും പുതിയപ്പെണ്ണും ഞങ്ങളും എല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് കളിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ അനിയത്തിമാരും നാത്തുമാരൊക്കെയാണ് കേട്ടോ. ഇതിൽ ആങ്ങളമാരെ വൈഫുണ്ട്, ഒക്കെ ഉണ്ട്, മുത്താപ്പാൻ്റെ മക്കളുണ്ട്, എൻ്റെ അനിയത്തിൻ്റെ, എൻ്റെ മോളുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം നമ്മളങ്ങനെയാണ് കേട്ടോ. എല്ലാവരും കൂടി കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, ഞങ്ങൾ തന്നെ അടിച്ചു പൊളിച്ചിരുന്ന ടീമാണ്. അതായത് വേറെ പുറത്തുനിന്ന് ആരും വേണ്ട, ഞങ്ങൾ തന്നെ മതി. അടിപൊളിയായിട്ട് ഞങ്ങൾ ആ പരിപാടി അങ്ങോട്ട് ഭംഗിയായിട്ട് നടത്തും കേട്ടോ. അങ്ങനെ ഇത് തലേന്നത്തെ പരിപാടിയാണ് കേട്ടോ. കല്യാണം പിറ്റേന്ന് ഓഡിറ്റോറിയത്തിലാണ്. അങ്ങനെ പിന്നെ അവിടുന്ന് കുറേ ഒപ്പനയും കളിയും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ ഒരു അനിയത്തി ഉണ്ട് കേട്ടോ തൊട്ടടുത്ത വീട്ടിൽ തന്നെ. അങ്ങനെ അവളെ വീട്ടിലേക്ക് 12 മണിക്കാണ് നമ്മൾ വീട്ടിലേക്ക് പോണത് കേട്ടോ. ആ പോകുന്ന ഒരു സീനും ഇതിലുണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ മൂത്താപ്പാൻ്റെ മക്കളും എൻ്റെ നാത്തുമാരും എൻ്റെ അനിയത്തിമാരൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോ ആണ് വിചാരിച്ചിട്ടാണ് പോലെ അങ്ങനെ നിന്നത്. പിന്നെയാണ് അറിഞ്ഞത് വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും ഫോട്ടോത്തിൽ നിന്നത് കുറേ കാലം കഴിഞ്ഞാലും നമുക്കിത് എടുത്ത് കാണാമല്ലോ. അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് നിന്ന് തന്നിട്ടോ. എന്നെ കെട്ടിപ്പിടിച്ചത് ആരാറിയോ, എൻ്റെ ഒരു മുത്താപ്പാൻ്റെ മോളാണ്. ഇതാണ് മക്കളെ നമ്മൾ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോണത് കേട്ടോ. ഇത് റോഡാണ്, തോടല്ല. റോട്ടിലൂടെ ഉറക് വരികയാണ് കേട്ടോ. നല്ല മഴക്കാലമാണ് അന്ന്. അങ്ങനെ നമ്മളിതാ രാത്രി 12 മണി 1 മണി നേരത്തൊക്കെ നമ്മളിതാ ലഗേജൊക്കെ ആയിട്ട് പോവുകയാണേ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. എൻ്റെ മകൾ അഫ്രയെ 3 പവൻ ആഭരണം മഹറായി സ്വീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു, ഇണയാക്കി തന്നിരിക്കുന്നു. അഫ്രയെ 3 പവൻ ആഭരണം മഹറായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തന്നതിന് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. ബാറക്കല്ലാഹു ലക വബാറക അലൈക وجمع بينكما بخير. بارك الله لك وبارك عليك وجمع بينكما بخير. بارك الله لك وبارك عليك وجمع بينكما بخير. അപ്പോൾ നമ്മളെ അനിയത്തിക്കുട്ടിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ നിക്കാഹിൻ്റെ സമയത്ത് ഞങ്ങൾ എത്തിയില്ല കേട്ടോ.
ഞങ്ങൾ അവിടുന്ന് കുളിയും നനയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് മക്കൾ വെള്ളത്തിലൊക്കെ കളിച്ച് വന്നപ്പോഴേക്കും നിക്കാഹ് കഴിഞ്ഞിട്ടോ. അപ്പോൾ അതാണ് നമ്മൾ അഫ്രമോളുടെ മണിമാരൻ ജവാദ്, ഞങ്ങളെ പഠിപ്പിച്ച മാഷ് തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് അവനക്ക് നിക്കാഹ് ചൊല്ലി കൊടുത്തത്. അപ്പോൾ അതൊരു ഭാഗ്യം തന്നെയാണല്ലോ, പഠിപ്പിച്ച മൗലവി തന്നെ നിക്കാഹ് ചെയ്യാന്ന് പറഞ്ഞത്. അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ്? കല്യാണം ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഒരുങ്ങി സുബീക്ക് ഒരുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതുവരെ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടിയൊന്നും ഇട്ടില്ല. അങ്ങനെ ആകെ ചടച്ചിരിക്കാണ്. പിന്നെ അപ്പം നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും അരുവികളും ചാലുകളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ആയിഷ അതെന്താണ്? റോഡാണ്. ഇതങ്ങനെ നിറച്ച് വെള്ളം ഉണ്ടാവും. അതിങ്ങനെ ഒഴിച്ചിങ്ങനെ അവിടെ ഒരു കുളം ഉണ്ടാവും. അവിടെ എല്ലാ പരിപാടി കഴിഞ്ഞു. ആയിക്കോട്ടെ, എന്തൊക്കെ പരിപാടി കഴിഞ്ഞേ? കുറെ ആ മറ്റേ സാധനത്തിൽ ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ട് അങ്ങനെ മക്കളെ നമ്മൾ ചെന്നപ്പോൾ നിക്കാഹിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഞങ്ങളോട് ദേഷ്യപ്പെട്ടു കേട്ടോ, ഞങ്ങൾ നേരം വൈകി എത്തിയതിൽ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഇതാ പുതിയണ്ണും പുതിയാപ്പിളയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുത്താളാ. അപ്പോൾ ഇത് നമ്മളെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ നമ്മളെ കാരഞ്ഞോരിതാ ഇതിൻ്റെ മൂത്താപ്പാൻ്റെ ഒരു മോനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റേജിൻ്റെ അവിടെയൊക്കെ ചെന്ന് അപ്പോഴേക്കും നിക്കാഹിൻ്റെ ആൾക്കാരൊക്കെ വന്ന് പോയിട്ടുണ്ട്. പേരക്കുട്ടീനെ തരികയാണ് മോള്. ഓനപ്പോഴേക്കും എടുക്കോ പോയിട്ടുണ്ട്. ആലിയ തിരഞ്ഞ് നടക്കുകയാണ് കേട്ടോ. അതങ്ങനെ തന്നെയാണല്ലോ, മക്കൾ നമ്മൾ പിടിച്ചു കൊടുത്തൊന്നും കിട്ടൂല. അങ്ങനെ ഇതാ പന്തലിൻ്റെ ഭാഗത്തുനിന്ന് ഉമ്മാനെ കണ്ടു കേട്ടോ. അല്ല, സ്റ്റേജിൻ്റെ ഭാഗത്തുനിന്ന് ഉമ്മാനെ കണ്ടിട്ടോ. നമുക്ക് ദേഷ്യപ്പെടുകയാണ്, നിങ്ങൾ എവിടെയാണ്? എല്ലാ പരിപാടിയും കഴിഞ്ഞ് നിങ്ങൾ നേരത്തെ വന്നില്ലല്ലോ, നല്ല രസമുണ്ടായിരുന്നു പരിപാടിയൊക്കെയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്താ ചെയ്യുക, നമുക്ക് അവിടുന്ന് വണ്ടി കിട്ടിയില്ല, പിന്നെ കുട്ടികളൊക്കെ ഒരുങ്ങി ആയപ്പോൾ നേരം വൈകിയെന്ന് പറഞ്ഞു. അങ്ങനെ സാരമില്ല. അപ്പോൾ അപ്പൻ്റെ ചെറിയ നാത്തു പിന്നെ ഇപ്പോൾ നമുക്ക് തോന്നി ഇനിയിപ്പം സ്റ്റേജിൻ്റെ ഭാഗത്ത് നിന്നിട്ടൊന്നും കാര്യമില്ല, ചോറും കിട്ടാതാവുമോ എന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാ അവിടെ ചോറൊക്കെ എല്ലാവർക്കും എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അനിയത്തിയൊക്കെ ഉണ്ട് കേട്ടോ സപ്ലൈ ആയിട്ട്. അപ്പോൾ ഇതാ നമ്മളിനി ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. മന്തി ഉണ്ട്, ബിരിയാണി ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മായിൻ്റെ മക്കളൊക്കെ ഉണ്ട്. എല്ലാവരും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും ഈ ഒരു വീഡിയോ കാണാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടാവും. നമ്മളെ ഇളമാരും അമ്മായികളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും നമുക്ക് വയ്യ ഒന്ന് കാണാമല്ലോ, കുറച്ച് കാലം കഴിഞ്ഞാലും. അങ്ങനെ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മടിയുള്ളവരൊക്കെ ഉണ്ട്, അത് സാരമില്ല. ഇനിയിപ്പം വീഡിയോ വരുമ്പോൾ മേപ്പോട്ട് വെക്കും. ചോറ് കഴിഞ്ഞിട്ട് വർത്താനം പറയട്ടാ. ഞാൻ തിന്നോണ്ട് ഇവിടെ കയറി ഇരുന്നോ. അങ്ങനെ ഇതാ ചോറിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ എല്ലാവരും നല്ല ദമ്മിട്ടിരിക്കുകയാണ് കേട്ടോ. എന്നെ കാണാ അവളാ നീച്ച് പോട്ടെ. അവളാരാ? ലൈവൊന്നുമല്ല, ലൈവ് ഇടാനൊന്നും ഇവിടെ നെറ്റൊന്നും ഇല്ല. പോരെ പോലെ എടുത്ത് ഹായ് പറഞ്ഞ്. അപ്പോൾ ഇതാണ് മക്കളെ എൻ്റെ ഫാമിലി. ഞാനാണ് മൂത്ത ആൾ. എൻ്റെ താഴെ 8 പേരുണ്ട്. 6 പെണ്ണും 2 ആണും കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൊത്തം 9 പേരാണ്. അതിലേക്കുള്ള പേരമക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. ഉമ്മ ഇപ്പം ഈ വീഡിയോയിൽ ഈ ഫോട്ടോസ് എടുക്കുന്നതിൽ പെട്ടിട്ടില്ല, അവരെന്തോ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ.
അപ്പോൾ നമ്മളെ അനിയത്തിൻ്റെ അതായത് മൂത്താപ്പാൻ്റെ മോളെ കല്യാണമായിരുന്നു. ആ കല്യാണത്തിൻ്റെ തലേന്നത്തെയും അന്നത്തെയും വീഡിയോസുകളാണ്. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. കണ്ടിട്ട് കമൻറ്റുകളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ബായ്.